അടിപൊളി ഏത്തപ്പഴം അച്ചാറാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയാണ് ഇത് കൂടുതലും കഴിക്കൽ, ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ നോക്കാം. എണ്ണയാണ് ഒഴിച്ചേക്കേണ്ടത് കേട്ടോ, നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക്, ഉലുവ, പിന്നെ ചുവന്നമുളകും കൂടി ഇട്ട് കൊടുത്തു. പഴം ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പഴം ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ അച്ചാറാക്കണ പോലെ തന്നെ, പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. പഴത്തിൻ്റെ മധുരവും പഴമെന്ന് മനസ്സിലാവില്ല നമുക്ക്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കുറച്ച്, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ. അച്ചാറുപൊടി ഞാൻ അങ്ങനെ ചേർക്കാറില്ല, ഞാനിങ്ങനെ പൊടി ഇട്ടിട്ടാക്കാറ്. അച്ചാറുപൊടി ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. കൂടുതൽ എരിവ് വേണ്ടവർക്ക് സാധാരണ മുളക് പൊടി ഇടാം കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന്. പിന്നെ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കായം ഉണ്ടെങ്കിൽ കായം അങ്ങനെ ചേർക്കാം. പിന്നെ വിനാഗിരിക്ക് പകരം ഞാൻ നാരങ്ങ നീരാട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീരിന് പകരം വിനാഗിരി പറഞ്ഞ പോലെ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് ആ എണ്ണ തെളിഞ്ഞ് വരണമല്ലോ, അതാണല്ലോ അച്ചാറിൻ്റെ ഭാഗം. ഉണ്ടാക്കി നോക്കാത്തവരും ഉണ്ടാക്കി നോക്കണം, സൂപ്പർ ടേസ്റ്റ്.